ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 3 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, ഓക്സിജൻ റിസോർട്ടിൽ കുടുംബത്തോടൊപ്പം 2 ദിവസം താമസം എന്നീ സമ്മാനങ്ങൾ. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ലക്ഷദ്വീപിലേക്ക് ടൂർ പോകാൻ അവസരം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് വിദേശയാത്ര, 10 കസ്റ്റമേഴ്സിന് ഡയമണ്ട് റിംഗ്, 5 കസ്റ്റമേഴ്സിന് സ്വർണ്ണ നാണയങ്ങൾ, ഓക്സിജൻ റിസോർട്ടിൽ 2 ദിവസം താമസം എന്നിങ്ങനെ ആകർഷകമായ സമ്മാനങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങൂ, നിരവധി സമ്മാനങ്ങൾ നേടൂ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഒറ്റപ്പാല റവന്യൂ ഡിവിഷന്റെ 66ാമത് സബ് കളക്ടറായി ഡോക്ടർ മിഥുൻ പ്രേംരാജ് ചുമതലയേറ്റു. ഏറ്റെടുത്ത ചുമതല ക്രിയാത്മകമായി നിർവഹിക്കുമെന്ന് ഡോക്ടർ മിഥുൻ പ്രേംരാജ് ചുമതല ഏറ്റെടുത്തതും ACV ന്യൂസിനോട് ആദ്യ പ്രതികരണം നടത്തി. ഒറ്റപ്പാലം റവന്യൂ ഡിവിഷന്റെ 66ാമത്തെ സബ് കളക്ടറായി 2021 IAS ബാച്ചിലെ ഡോക്ടർ മിഥുൻ പ്രേംരാജ് ചുമതലയേറ്റു. കോഴിക്കോട് വടകര സ്വദേശിയായ മിഥുൻ 2015 പോണ്ടിച്ചേരി ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ റിസർച്ചിൽ നിന്ന് MBBS നേടിയതിനു ശേഷം 2019 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിൽ നിന്ന് PG ഡിപ്ലോമയും സ്വന്തമാക്കി. തുടർന്നാണ് സിവിൽ സർവീസിലേക്ക് എത്തുന്നത്. ദേശീയ തലത്തിൽ 12ാം റാങ്കും സംസ്ഥാനത്ത് 2ാം സ്ഥാനവും നേടിയാണ് മിഥുൻ പ്രേംരാജിന്റെ IAS നേട്ടം. ഇന്ന് സബ് കളക്ടറായി ചുമതലയേറ്റ ഡോക്ടർ മിഥുൻ പ്രേംരാജിനെ അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA സബ് കളക്ടർ ഓഫീസിൽ നേരിട്ടെത്തി അഭിനന്ദനം അറിയിച്ചു. കാസർഗോഡ് അസിസ്റ്റന്റ് കളക്ടറായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച ഡോക്ടർ മിഥുൻ പ്രേംരാജ് 2 മാസക്കാലം കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചതിനു ശേഷമാണ് ഒറ്റപ്പാലം സബ് കളക്ടറായി നിയമനം. ഒറ്റപ്പാലം റവന്യൂ ഡിവിഷന് പുറമെ അട്ടപ്പാടിയുടെ നോഡൽ ഓഫീസർ, പാലക്കാട് മെഡിക്കൽ കോളേജ് എന്നിവയുടെ അധിക ചുമതല കൂടിയുള്ളതിനാൽ ഭാരിച്ച ഉത്തരവാദിത്വമാണ് താൻ ഏറ്റെടുക്കുന്നതെന്നും കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഏറ്റെടുത്ത ചുമതല ക്രിയാത്മകമായി നിറവേറ്റുമെന്നും ഡോക്ടർ മിഥുൻ പ്രേംരാജ് ACV ന്യൂസിനോട് പറഞ്ഞു. ഞാനിവിടെ ഒറ്റപ്പാലം റവന്യൂ ഡിവിഷൻ സബ് കളക്ടറായി ചാർജെടുത്തിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഒട്ടനവധി ധർമ്മനാമടക്കം ഒട്ടനവധി കഴിവ് തെളിയിച്ച പ്രഗത്ഭരായ IAS ഓഫീസർമാർ ഇരുന്ന പദവിയാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ സർക്കാരിൻ്റെയോ നമ്മുടെ ജനങ്ങളുടെയോ ക്ഷേമത്തിന് വേണ്ടി എല്ലാ രീതിയിലും പ്രവർത്തിക്കാൻ നമ്മുടെ ഓഫീസിലെ എല്ലാ സ്റ്റാഫിൻ്റെയും പൂർണ്ണ സഹകരണത്തോടെയും അവരുടെ സഹായത്തോടെയും ചെയ്യാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ അനവധി ചാർജുകളും ഈ സബ് ഡിവിഷനുണ്ട്. അട്ടപ്പാടി ആയാലും മെഡിക്കൽ കോളേജ് ആയാലും മറ്റ് ചാർജുകൾ അതിലും പൂർണ്ണ ശ്രദ്ധയും എല്ലാ എൻ്റെ പൂർണ്ണമായ എഫേർട്ടും അതിൽ കൊടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പൊതുജനങ്ങൾക്കും നമ്മുടെ നാടിൻ്റെ പുരോഗതിയിൽ വളരെയധികം പങ്കുണ്ട്. എല്ലാവരും നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ, ജില്ലാ ഭരണകൂടത്തെ നമ്മുടെ നാടിന് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും സഹകരിക്കണം, സഹായിക്കണം. എല്ലാവർക്കും